അല്ലെങ്കിൽ ഈ സിനിമയിലായിട്ട് വന്ന ഏത് വഴികളാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ തയ്യാറാണ്. ട്രാൻസ് വുമൺ ആണ്. അതെ അതെ. അപ്പൊ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പല ഇഷ്യൂസും നേരിടാറുണ്ട്. അതെ. ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഗൾഫിലൊക്കെ അത് ബാൻ ചെയ്തിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഇപ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കാൻ ജനങ്ങൾക്ക് മടിയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് തോന്നുന്നത്? ആദ്യമായിട്ട് പറയട്ടെ, ജനങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നത് സഹോദരന്റെ ചോദ്യത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. ജനങ്ങൾ പല തരത്തിലാണ്. നമുക്ക് ഒരാളെയും ഒരു ജെൻഡറിനെയും ഇപ്പൊ ആണ് പെണ്ണ് എന്നുള്ള ഈ ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിനെയോ ട്രാൻസ് മെന്നിനെയോ ക്യൂർ മനുഷ്യരെയോ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമാവാൻ ബട്ടർഫ്ലൈ 85 മൂവിയിലേക്ക് ബഹുമാനപ്പെട്ട പ്രശാന്ത് സാർ എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് എന്നെ കണ്ടിരുന്നത്. ഇതിന്റെ അകത്ത് ഇവിടെ ലിംഗം എന്താ, ട്രാൻസ്ജെൻഡർ എന്താണ്, ട്രാൻസ്മെൻ ആണോ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണോ, ഗേ ആണോ, ലെസ്ബിയൻ ആണോ എന്നുള്ളൊരു പാഷ്വാലിറ്റി ഒന്നും എന്നോട് സാറ് ചോദിച്ചിരുന്നില്ല. സ്വീറ്റിക്ക് പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നി. സ്വീറ്റ് ഇതാണ് സംഭവം, അല്ലെ കഥാപാത്രം ഇതാണ്, ജനങ്ങളിലേക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു കഥാപാത്രം എനിക്ക് അത് നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഈ ഒരു സിനിമയിലെ വലിയ ഭാഗമാവാൻ എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു. ഞാൻ അതിനുശേഷം 3 ചിത്രങ്ങൾ അഭിനയിച്ചു. ഇതെന്റെ 4ാമത്തെ മലയാള ചിത്രമാണ്. അപ്പോ അതിൽ ജെൻഡർ ഒരിക്കലും വിഷയമായിരുന്നില്ല. നമ്മളുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണെങ്കിലും ഇതിന്റെ എന്റെ ഒരു ക്രൂ അല്ലെങ്കിൽ ഇതിന്റെ ഓരോ അണിയറ പ്രവർത്തകരും പിന്നിൽ പ്രവർത്തിച്ചവരും മുന്നിൽ പ്രവർത്തിച്ചവരും എന്റെ ജെൻഡറിനെ ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ഡിസ്ക്രിമിനേഷനും കാണിച്ചിട്ടില്ലായിരുന്നു. നല്ലൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു. എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയിട്ടാണ്, സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അപ്പോ ആ രീതിയിൽ അല്ലെ സാർ എങ്ങനെ ഉണ്ടായിരുന്നോ, കഴിവൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോ എന്നാൽ കഴിയും വിധം നന്നായി ഇവരോടൊപ്പം തന്നെ നന്നായിട്ട് പ്രവർത്തിക്കാനും എനിക്ക് അഭിനയിക്കാനും ആ ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഈ അവഗണന ഞങ്ങളെ പരിഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ബട്ടർഫ്ലൈ ഗേൾ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ അക്സെപ്റ്റൻസും ദൃശ്യതയും ഉണ്ടാവുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണമല്ലോ. അപ്പൊ അവിടെ ജെൻഡർ ആയിട്ട് എന്നെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. എന്ത് പറ്റി? ഒരു ചുമ ഉത്തരം കിട്ടിയപ്പോ ഒരിത്തിരി വെള്ളം കുടിച്ചോ? നന്നായിട്ടുണ്ട്. സാർ ഇതെന്റെ ആദ്യത്തെ മലയാളം സിനിമയാണ്. ഹായ് നമസ്കാരം ഫണ്ടി സാർ. ഇതെന്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. പക്ഷെ 3ഓളം വേറെ ചിത്രങ്ങളിലിരുന്നു. ഇതാണ് ആദ്യം ഞാൻ അഭിനയിച്ചത്. അതിനുശേഷം അച്ഛൻ ഒരു വാഴ വെച്ചു, അതിലൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമായിരുന്നു. പിന്നെ അതിനുശേഷം ദാസേന്റെ സൈക്കിൾ ചെയ്തിരുന്നു. പിന്നെ കിടുക്കാച്ചി അളിയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ശരിക്കും എന്റെ ആദ്യമായിട്ട് അഭിനയിച്ച മലയാളം ഫ്യൂച്ചർ ഫിലിം ഇതാണ്. ബട്ടർഫ്ലൈ ഗേൾ 85 ആണ്. പക്ഷേ ഈ അച്ഛനൊരു വാഴ വെച്ചു റിലീസായി, ദാസേന്റെ സൈക്കിൾ റിലീസായി, കിടുക്കാച്ചി അളിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നു. ഇപ്പൊ ഇതും റിലീസായി. അപ്പോ ഇതെന്റെ ആദ്യത്തെ സിനിമയായിട്ട് പറയാനാണ് എനിക്ക് അഭിമാനം, ബട്ടർഫ്ലൈ ഗേൾ 85. പിന്നെ ഇതിന് മുന്നേ അഭിനയിച്ച സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏത് മലയാളം സിനിമ എടുത്ത് നോക്കിയാലും ഇപ്പൊ മാധ്യമ സുഹൃത്തുക്കളായിക്കോട്ടെ, പൊതുതരത്തിലാണെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് 3 തരം ഐഡന്റിറ്റി ആണ്: സ്ത്രീ, അതുപോലെ പുരുഷൻ, അതുപോലെ ട്രാൻസ്ജെൻഡർ എന്ന്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഇപ്പൊ ഒരു അവാർഡിനാണെങ്കിലും നമ്മൾ പരിഗണിക്കുമ്പോൾ മസ്റ്റായിട്ടും ട്രാൻസ്ജെൻഡർ വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആവുന്നതിന് പറയുന്നതിൽ എനിക്ക് അങ്ങനത്തെ വ്യക്തിത്വം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടല്ല. നമ്മൾ ആ കഥാപാത്രം വരുമ്പോൾ ഇപ്പൊ നിങ്ങള് ട്രാൻസ്ജെൻഡർ ആയി ശ്രമിച്ചത് ലേഡി ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല സാർ. ട്രാൻസ്ജെൻഡർ എന്നുള്ള ട്രാൻസ്ജെൻഡർ ആയത് എന്താ പറയാ ഫീമെയിൽ ആയിട്ടാണ് മാറാൻ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഒരിക്കലും അല്ല. അല്ലല്ല, എനിക്ക് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ട്രാൻസ്വുമൺ ആയിട്ട് ജനിച്ചാൽ മാത്രം മതി എന്നാണ് ആഗ്രഹം. ഒരിക്കലും ഒരു സ്ത്രീകളുടെ ഒരു പ്രിവിലേജ് ഞാൻ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല എന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പോലും സ്ത്രീയാണ്. അവരുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും അവരുടേതായിട്ടുള്ള എല്ലാ മഹിമയും അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം ഉള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു എനിക്കൊരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള പീരീഡ്സോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും വരത്തില്ല. എന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സിനെയും ശരീരത്തിനെയും അതുപോലെ പാകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോ തന്നിയിലേക്ക് പരകായ പ്രവേശമൊന്നും നടത്താൻ സാധിക്കില്ല. ഇപ്പൊ ഞാനും തന്നെയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്, ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ശാരീരിക ഘടനയെ കുറിച്ച് അറിയാം. പക്ഷെ ഒരിക്കലും ഒരു ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നും ഒരു സ്ത്രീ എന്താണെന്നും എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് തന്നീനോടൊന്ന് ചോദിക്കും.
ഉറപ്പായിട്ടും സ്വീറ്റുമായിട്ട് നമുക്ക് കുറേ നാളത്തെ ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ സ്വീറ്റി എത്തുന്നതും. സ്വീറ്റിയായിട്ട് ഇത്രയും നാളായിട്ടും ഏറ്റവും നല്ലൊരു സുഹൃത്തായി, ഏറ്റവും നല്ല സിനിമയിൽ ഒരു സിറ്റുവേഷനിൽ പോലും എനിക്ക് എൻ്റെ അമ്മയായിട്ട് ഫീൽ ചെയ്യുകയും അത് എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്യുകയും ഒരു 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 കുറച്ച് സമയത്തേക്ക് എനിക്കത് വല്ലാത്തൊരു ഫീല് ഇമോഷണലി ഞാനൊന്ന് വീക്കായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സ്വീറ്റി എന്ന സ്ത്രീ എനിക്ക് തന്നിട്ടുള്ള ഒരു സ്പേസിൽ നിന്നാണ് ആ ക്യാരക്ടറിന് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും നാളത്തെ സ്വീറ്റി ആയിട്ടുള്ള ഒരു അടുപ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കൂട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുകയും സ്പേസ് കൊടുക്കുകയും സംസാരിക്കുകയും പല മാറ്ററുകളെ പറ്റി സംസാരിക്കുകയും പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്ക് വേറൊരു അനുഭവപ്പെട്ടിട്ടില്ല. സ്വീറ്റി പറഞ്ഞത് എന്നോട് ഞാൻ പ്രൗഡായിട്ട് തന്നെയാണ് സ്വീറ്റി എനിക്ക് ഏറ്റവും അടുത്തൊരാളാണെന്ന് പറയുന്നത്.